ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ UAE വന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ UAE വിട്ടു പോവും. തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് പോവും. അപ്പോൾ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഞാൻ UAE കടന്നു പോയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. 2016 ജൂണിൽ വന്നു. 3 മാസം വിസിറ്റിൽ വന്നു. അന്ന് എൻ്റെ ഉപ്പ ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, റിഗയിൽ. അപ്പോൾ ഞാൻ ഉപ്പൻ്റെ ആ റൂമിലാണ് 3 മാസത്തോളം താമസിച്ചത്. ഫുഡും അവിടെ നിന്നായിരുന്നു. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഫുഡ് കൊണ്ടുവരും, ഞാൻ അത് എടുത്ത് കഴിക്കും. പിന്നെ സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപ്പക്ക് അങ്ങനെ ദുബൈ ഹോട്ടൽ റൂം എന്നല്ലാതെ പുറത്ത് എങ്ങനെ ജോലി സെർച്ച് ചെയ്യണം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സും ആരും ഇല്ല, ഒറ്റക്കായിരുന്നു. കഴിയുന്നതും ഞാൻ പരമാവധി 3 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. അവസാനം ഞാൻ നാട്ടിൽ പോകുന്ന പിറ്റേ ദിവസം വൈകുന്നേരം എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. എല്ലാം ഒരു ഭാഗ്യത്തിൻ്റെ മേലെയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ പിന്നെ നാട്ടിൽ വിസ അയച്ചു തന്നു. അങ്ങനെ സെപ്റ്റംബർ 2016 ഞാനിവിടെ. അന്ന് സ്റ്റോറിലായിരുന്നു എനിക്ക് പണി. നാഷണൽ റിഫ്രഷ്മെൻറ്റ് കമ്പനി, കൂൾ ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ജ്യൂസ്, അങ്ങനത്തെ ഒരു കമ്പനിയായിരുന്നു. പിന്നെ അവരുടെ അണ്ടറിൽ നേരത്തെ 7up ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പെപ്സിക്കാർ ലീഗലൈസ് ചെയ്ത് അവരുടെ പേരിലാക്കി. അങ്ങനെ അന്ന് എനിക്ക് 900 ദിർഹംസ് ആയിരുന്നു ആദ്യത്തെ സാലറി. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോറിലുള്ള മാനേജറോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഇതിനേക്കാളും ഒരു നല്ല ജോലി. ആളൊരു മിസ്രി ആയിരുന്നു. അപ്പോൾ ആള് പിറ്റേ ദിവസം എന്നെ ഓഫീസ് ബോയ് ആയിട്ട് ജോലിക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു 2.5 വർഷത്തോളം ജോലി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അങ്ങനെ 2.5 വർഷത്തിന് ശേഷം ഞാൻ അവിടെ തന്നെ 1 മാസം ലീവ് എടുത്തിട്ട് അവിടെ തന്നെ ജോലി അന്വേഷിക്കാൻ പോയി. അവിടെ എൻ്റെ കൂടെയുള്ള സെയിൽസ് വണ്ടിയിലൊക്കെ ഞാൻ പോയി ഓരോ സ്ഥലത്ത് പോയിട്ട് അബുദാബിയും ഷാർജ, റാസൽ ഖൈമ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കമ്പനീസിലൊക്കെ CV ഡ്രോപ്പ് ചെയ്യും. അവസാനം എനിക്ക് ദുബൈയിൽ തന്നെ യുണൈറ്റഡ് ഫുഡ് കമ്പനിയിൽ സെയിൽസ് ഹെൽപ്പറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവരാദ്യം പറഞ്ഞത് ലൈസൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യ്, ഡ്രൈവർ വേക്കൻസി വന്നാൽ നിന്നെ ഞങ്ങൾ ഹയർ ചെയ്യാമെന്നായിരുന്നു ഡ്രൈവർ പോസ്റ്റിലേക്ക്. അങ്ങനെ അവിടെയും 2.5 വർഷം കഴിഞ്ഞു, അവർ ഡ്രൈവർ പോസ്റ്റ് തന്നില്ല. പിന്നെ കൊറോണ വന്നു 2019 ആ കാലഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ സാലറി പകുതിയാക്കി. അന്ന് അവിടെ എനിക്ക് 1600 ദിർഹംസ് ആയിരുന്നു സാലറി. പിന്നെ കമ്മീഷനും ഒക്കെ ചേർന്ന് 2000 ഒക്കെ വരുമായിരുന്നു. പക്ഷേ കൊറോണ സമയത്ത് പുതിയ മാനേജ്മെൻറ്റ് വന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് പുതിയ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാരോട് വണ്ടിയിലെ ഹെൽപ്പർമാരൊക്കെ പറഞ്ഞു വണ്ടിയിൽ പോകണ്ട, ഇനി സ്റ്റോറിൽ വർക്ക് ചെയ്യാൻ, വേണമെങ്കിൽ പുറത്ത് ജോലി നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് ജോലി നോക്കി. അങ്ങനെ ഒരു ചെറിയ സാലറിക്ക് 1800 സ്റ്റാർട്ടിങ് ആണല്ലോ. അങ്ങനെ ഡ്രൈവിങ്ങിലൊന്നും അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മെയിൻ്റെനൻസ് കമ്പനി, മലയാളിയായിരുന്നു ഓണർ. 1800 ദിർഹംസ് ആയിരുന്നു അവിടെ ശമ്പളം. പിന്നെ ഓവർ ടൈം 1 മണിക്കൂറിന് 5 ദിർഹംസ് വെച്ച് അവിടെ കിട്ടും. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല. ആകെ മാസത്തിൽ 200, 2000 അങ്ങനെ കിട്ടും. അവിടെയും 1 വർഷം പിടിച്ചു നിന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ജോലി മിക്കവാറും ഓൺലൈനിൽ അല്ലെങ്കിൽ കമ്പനീസിലൊക്കെ പോയിട്ട് അവിടെ CV ഡ്രോപ്പ് ചെയ്യും. മെയിനായിട്ട് ഞാൻ ഇൻഡീഡ്, നോക്രി, gulf.com, പിന്നെ ചില കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ കരിയർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HR-ൻ്റെ ഇമെയിൽ ID കിട്ടും. അപ്പോൾ അതിലോട്ട് നമ്മൾ CV ഡ്രോപ്പ് ചെയ്താൽ മതി. അങ്ങനെ 1 വർഷം അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. 22 ആ കാലഘട്ടം. അപ്പോൾ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് നല്ലൊരു ഓഫർ വന്നു വേറെ കമ്പനി, ഫ്രഷ് എക്സ്പ്രസ് പറയുന്ന കമ്പനി, ഡ്രൈവറായിട്ട് തന്നെ 3 ടണ്ണും പിന്നെ സാധാരണ വാനുമായിട്ട്. അങ്ങനെ അവിടെയും വലിയ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി റൂമും ഫുഡ് നമ്മൾ തന്നെ കിച്ചണൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1 വർഷം കഴിയുമ്പോൾ അവിടെ തന്നെ കമ്പനീൻ്റെ അവിടെ തന്നെ ചെറിയ പ്രോബ്ലമൊക്കെ വന്നു തുടങ്ങി. സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ രാവിലെ പോയാൽ 7 മണിക്ക് പോയാൽ രാത്രിയാവും തിരിച്ചെത്തുക. പിന്നെ ഒറ്റക്കായിരിക്കും എല്ലാ കാര്യങ്ങളും, അങ്ങോട്ടും ഓടാനും ഇങ്ങോട്ടും ഓടാനും. പിന്നെ സാലറിയും ഹൈക്ക് ചെയ്തില്ല അവിടെ. അങ്ങനെ അവിടെ എനിക്ക്
2500 സാലറി. ഞാൻ അവിടുന്ന് വേറെ കമ്പനി ട്രൈ ചെയ്തു, ഫർസാന വെജിറ്റബിൾ ഫുഡ് കമ്പനി. എൻ്റെ ലൈഫിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക അവിടെ ആയിരിക്കും. കാരണം ജോലിയാണെങ്കിൽ നല്ല ജോലി, പിന്നെ അവിടെ നിന്ന് ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല, എവിടെ നിന്നെങ്കിലും തട്ടിമുട്ടിയിട്ടൊക്കെ കിട്ടും. ഫുഡ് അവിടെ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ, അവിടെ അടുത്തുള്ള ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് ബിരിയാണി കിട്ടും. അത്യാവശ്യം വലിയ എക്സ്പെൻസ് ഇല്ല അവിടുത്തെ കടകളിലൊക്കെ ഫുഡെല്ലാം കഴിക്കാനെങ്കിൽ. നല്ല അത്യാവശ്യം നല്ല ഫുഡ് തന്നെ അവിടെ കിട്ടുമായിരുന്നു. അങ്ങനെ 10 മണി ഡ്യൂട്ടി പോയാൽ 5 മണിയാകും തിരിച്ചു വരിക. ചെക്ക് ബ്രേക്ക് ടൈം ഉണ്ടാവും. അതിനേക്കാളും സുഖം. പിന്നെ 5 മണിക്ക് വൈകുന്നേരം അരമണിക്കൂർ ബ്രേക്ക്. പിന്നെ ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെലിവറി ബാക്കിയുണ്ടെങ്കിൽ വേറെ ആൾക്ക് തിരിച്ചേൽപ്പിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നേരെ റവാബി കമ്പനിയിൽ. അവിടെ എനിക്ക് പ്രധാന കമ്പനിയിൽ എനിക്ക് കിട്ടിയിരുന്നത് 2200, പിന്നെ ഓവർ ടൈം എല്ലാം കൂടി 2500 ആയിരുന്നു. പിന്നെ അവിടെ പുറത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു തമിഴന്മാരായിരുന്നു, പക്ഷെ അത്രയും സ്നേഹമുള്ള ആരും എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. റൂമിലാണെങ്കിലും അവർ നല്ല വൃത്തിയായിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ അവരോട് മിങ്കിൾ ചെയ്ത് വന്നു. അങ്ങനെ 1.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ. ഒരിടത്ത് നിന്നാൽ നമ്മൾ വളരുമോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. എനിക്ക് ഫ്രഷ് എക്സ്പ്രസ്സിൽ കിട്ടിയിരുന്നത് 2500 ആയിരുന്നു. പക്ഷെ ഫർസാനയിൽ എനിക്ക് കിട്ടിയിരുന്നത് 2200. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സാലറി വൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ ജോലി കാര്യത്തിൽ ഏറ്റവും ബെറ്റർ അവിടെ തന്നെ ആയിരുന്നു, ഫർസാന തന്നെ ആയിരുന്നു. കാരണം അത്ര വർക്ക് ലോഡ് ഉണ്ടാവില്ല. പിന്നെ മറ്റവിടെ ആണെങ്കിൽ ഇൻവോയ്സ് കാര്യങ്ങൾ, പിന്നെ അനാവശ്യമായിട്ട് ഇൻവോയ്സ് കാര്യങ്ങൾ ശല്യം ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കുത്തിപ്പൊക്കി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു സമാധാനമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സാലറി നോക്കിയില്ല. പക്ഷെ അവിടുത്തുള്ള വർക്കിന്റെ നമുക്കൊരു എവിടെ പോയാലും സമാധാനമാണ് മെയിൻ. സാലറിയോ ഇതിലൊന്നും കാര്യമില്ല. നമുക്ക് സമാധാനമായി ജീവിക്കുക, സമാധാനമായി വർക്ക് ചെയ്യുക, അവനവന്റെ കാര്യം നോക്കുക, പിന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുക. ടെൻഷനും വർക്ക് ഇതൊക്കെ വേണം മനുഷ്യൻ, വേണ്ടെന്നല്ല, അത് ഓരോരോ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ആൾക്കാരെ എങ്ങനെയാണ്. അങ്ങനെ ഫർസാനയിൽ നിന്ന് ഞാൻ ഇറങ്ങി റവാബിയിലോട്ട് കയറി. അപ്പോൾ റവാബിയിൽ 2000 ബേസിക് സാലറിയും 200 അലൗൻസ്, വേറെ ഫുഡ് അലൗൻസ്, അങ്ങനെ 2200. പിന്നെ ഇവിടെ ഓഫില്ല. ഞാനിപ്പോൾ ഏകദേശം 7 മാസത്തോളമായി ഒരു ദിവസം പോലും ഓഫ് കിട്ടിയില്ല. രാവിലെ 3 മണിക്ക് എണീക്കും, വൈകുന്നേരം 5 മണി, രാത്രി 9 മണി. പിന്നെ വർക്കിന് ഒരു പർട്ടിക്കുലർ ടൈമൊന്നും ഇല്ല. ഇവിടെ 7 മാസം വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പിന്നെ വണ്ടിയാണ് ഓടിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഉറക്കൊക്കെ വേണം. ഇല്ലെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ റോഡ് തന്നെ വലിയ നീളം കൂടിയ റോഡാണ്. ചിലപ്പോൾ നമ്മൾ ഒന്ന് കണ്ണുമായി സ്പീഡിൽ ഒരു 100-120 സ്പീഡിലൊക്കെയാണ് വണ്ടി ഓടിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണ് ചിമ്മിയാൽ തന്നെ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഭാഗ്യവശാൽ എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം കാത്തിട്ട് ദൈവം എന്നെ രക്ഷിച്ചതാണ്. ഒരു സംഭവം പറയാം. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ഇതുപോലുള്ള ഒരു റോഡ് ഞാൻ കണ്ണാണെങ്കിൽ ഇങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മുന്നിലൊരു വണ്ടിയുണ്ട്, അത് സ്ലോ ആയിട്ടാണ് പോയിരിക്കുന്നത്, ഒരു 60 സ്പീഡിൽ. എൻ്റെ വണ്ടി ഒരു മാക്സിമം 90. അൺകോൺഷ്യസ് മൈൻഡ്, ഞാൻ ഉറക്കത്തിലാണ്, കണ്ണൊക്കെ ഇതുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഏകദേശം മനസ്സിലായി ഇവൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അലേർട്ടാക്കിയതുകൊണ്ട് എനിക്കൊരു 800 മീറ്റർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തന്നെ ഞാൻ വേറൊന്നും ചെയ്തില്ല, നേരെ ബ്രേക്ക് ചവിട്ടി. ഭാഗ്യവശാൽ അതിൻ്റെ അടുത്തെത്തുമ്പോൾ വണ്ടി നിന്നു. അങ്ങനെയൊക്കെ ചില ഡ്രൈവർമാർ പോയാൽ അറിയാം. പക്ഷെ ആരും ഇതൊന്നും പുറത്ത് പറയില്ല. അവർക്ക് ഒരു പുറത്ത് പറയാനുള്ള പേടി കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ ഡ്രൈവറുടെ ലൈഫ് എന്ന് പറയുന്നത് കുറേ സ്ട്രഗിളാണ്. ഫൈനും കാര്യങ്ങളും, പിന്നെ വർക്ക് ലോഡും, അവിടുത്തെ പ്രഷർ, ഇവിടുത്തെ പ്രഷർ, പിന്നെ വണ്ടിയുടെ പാർക്കിംഗ് നോക്കണം, അങ്ങനെ 100 കൂട്ടം ടെൻഷന്. പിന്നെ സിഗ്നൽ നോക്കണം, പിന്നെ വണ്ടിയുടെ ഇവിടുത്തെ റൂള് കാര്യങ്ങൾ, വളരെ ടെൻഷനാണ്. പക്ഷെ എൻജോയ് ചെയ്യുന്നവർക്ക് അത് അറിയില്ല. അങ്ങനെ ഇവിടെ അങ്ങനെ 2800-3000 സാലറിക്ക് ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു 10 വർഷത്തോളമായി. അങ്ങനെ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ UAE അനുഭവങ്ങൾ. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഞാൻ അത്രക്കും കഷ്ടപ്പെട്ട് ലൈസൻസ് എടുത്തത് കൊണ്ടും പല സിറ്റുവേഷൻസ് കാരണമാണ്
ഇവിടം വരെ പിടിച്ച് നിന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ തീരെ ക്ഷമയില്ലാത്തവരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. പക്ഷെ ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ അവർക്കൊരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തും. അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെ തലമുറയെ അവരെ അധ്വാനശീലനായി കഷ്ടപ്പെടുന്നവരായി അവർക്ക് അവരുടെ വഴിയിൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. നമ്മൾ സമ്പാദിച്ച പൈസ അവർക്ക് കൊടുത്തിട്ട് അവരെ മടിയന്മാർ ഒന്നും ആക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്.